സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇതിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലം തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്ന് മുതലേ തന്നെ ഉണ്ട്. അതുപോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ അങ്ങനെ തന്നെയാണ് വിധി എഴുതിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന് സന്തോഷമുണ്ട്. ലീഗിന്റെ ശക്തി എന്തായാലും മലപ്പുറത്തടക്കം ഒരു ക്ലീൻ സ്വീപ്പ് വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമാണ്. മലപ്പുറത്ത് 16 സീറ്റിലും UDF തന്നെ ജയിക്കുമെന്നുള്ളത് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചില ഏജൻസികളൊക്കെ ഞങ്ങൾക്ക് ആ രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. യെസ്, ജനവികാരം അത് തന്നെയാണ്. വി.ഡി. സതീശൻ തന്നെയാണ് ജനവികാരം. ആ വികാരത്തിനൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും നിലകൊള്ളുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. സതീശന് വേണ്ടി ഞാൻ കഴിഞ്ഞ തവണയും ഞാൻ നിങ്ങളോട് പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് 16 പേര് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നത് വി.ഡി. സതീശൻ, വടശ്ശേരി ദാമോദരൻ സതീശന് വേണ്ടി കൈപൊക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞു. ജനവികാരം സതീശൻ ആയതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ വികാരം മനസ്സിലാക്കിയിട്ടാണ് വി.ഡി. സതീശൻ പറഞ്ഞത് 100+ എന്ന്. പലരും ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ മടിക്കുന്ന, അല്ലെങ്കിൽ പലരും ഇപ്പോഴും ചർച്ച ചെയ്യാൻ മടിക്കുന്ന, പലരും ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്ന, പലർക്കും 100 എത്തുമോ എന്ന് സംശയമുള്ള ആ ഫിഗർ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സതീശന്റെ നിലപാടുകൾക്കുള്ള ഫിഗറാ. ആ ഫിഗർ ഈ പറയുന്ന 100+, 105, 110, 100, 108, 111, 114 എന്ത് ഫിഗറാണെങ്കിലും ആ ഫിഗറിലേക്ക് UDF വിജയിച്ച് കയറുമ്പോൾ അത് സതീശന്റെ നിലപാടുകൾക്കുള്ള വോട്ടാണ്, പിന്തുണയാണ്, ജനവികാരമാണ്. ആ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ മെയ് 4 കഴിയുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ ഉണ്ടാവില്ല. മറിച്ച് ഉണ്ടാവാൻ പോകുന്ന ചർച്ചകൾ എന്താണെന്നറിയോ? പിന്നെ ഉണ്ടാവുന്ന ചർച്ചകൾ ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുറിച്ചുള്ള ചർച്ചകളാണ്. വി.ഡി. സതീശന്റെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകളാ. വി.ഡി. സതീശന്റെ നിലപാടുകളെ കുറിച്ചുള്ള ചർച്ചകളാ. വി.ഡി. സതീശൻ പാർട്ടിയെ കെട്ടിപ്പടുത്തതിന്റെ ചർച്ചകളാ. അങ്ങനെ പലവിധ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. വി.ഡി. സതീശൻ എന്ന മനുഷ്യൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചുള്ള ചർച്ചകള്, വി.ഡി. സതീശന്റെ നിലപാടുകള്, ചങ്കുപൊട്ടിയെടുത്ത നിലപാടുകള്, വി.ഡി. സതീശന്റെ പറവൂരിലെ പ്രവർത്തനങ്ങള്, വീണ് കടന്ന പാർട്ടിയെ കൈപിടിച്ചുയർത്തിയ സതീശൻ, അങ്ങനെ പല വിധത്തിൽ പല തലക്കെട്ടുകളിൽ പല ചർച്ചകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അത് മെയ് 4 കഴിയുമ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി ചർച്ചകൾ ഉണ്ടാക്കിയ അതേ ആളുകൾ, അത് കേരളത്തിലെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് തന്നെ ഈ ഫിഗർ കാണുമ്പോൾ, നമ്പർ കാണുമ്പോൾ, 100+ എന്ന് പറയുന്ന ആ നമ്പർ കാണുമ്പോൾ പിന്നെ ആ സതീശനാണ് എന്ന് സമ്മതിക്കുകയല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. ലീഗ് ആ ജനവികാരത്തിനൊപ്പമേ നിൽക്കുകയുള്ളൂ. ലീഗിൻ്റെ അഭിപ്രായങ്ങൾ, ഓഫ് കോഴ്സ് ലീഗിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ടാവും, വലിയ വില കൽപ്പിക്കേണ്ടി വരും. ആ ലീഗിൻ്റെ അഭിപ്രായം അതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. കാരണം 2021 അന്ന് സതീശനായിരുന്നെങ്കിൽ, പ്രതിപക്ഷ സ്ഥാനത്ത് 2016 മുതൽ 2021 വരെ സതീശനായിരുന്നെങ്കിൽ അന്ന് കേരളത്തിൽ UDFന്റെ ഭരണം ഉണ്ടായേനെ. മനസ്സിലായില്ലേ? പലപ്പോഴും സതീശന്റെ പ്രവർത്തികൾ നമ്മൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നതിനപ്പുറം
അടിത്തട്ടിൽ നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ഒരുപോലെ കൈ പിടിച്ചുയർത്താൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവിടെ ആകെ സതീശന് ഈസി ജോബ് എന്ന് പറയുന്നത് ലീഗിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. ലീഗിന്റെ കാര്യത്തിൽ സതീശന് ടെൻഷനുകൾ ഉണ്ടായിട്ടില്ല. ലീഗിന്റെ കാര്യങ്ങളിൽ സതീശന് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നില്ല. ലീഗിന്റെ കാര്യങ്ങളിൽ സതീശന് കൂടുതൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. ലീഗ് സതീശന് ഒരു മുഴം മുന്നേ എന്നുള്ള രീതിയിൽ സതീശൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ലീഗ് പെർഫോം ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലവും. അതുകൊണ്ട് സതീശന് ടീം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒരുപോലെ നയിക്കേണ്ടി വന്ന ഘട്ടത്തിൽ സതീശന് ഒരു സഹായമായിരുന്നു ലീഗിന്റെ പ്രവർത്തികൾ. ലീഗ് സ്വമേധയാ കണ്ടറിഞ്ഞ് ചെയ്ത കാര്യങ്ങൾ അത് സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വികാരത്തിനൊപ്പം, ജനവികാരത്തിനൊപ്പം സതീശനൊപ്പം ലീഗ് നിൽക്കും എന്നുള്ളത് തന്നെയാണ്. മറിച്ച് കാരണം ഇപ്പോ ഏറ്റവും ഒടുവിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചില പ്രതികരണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സതീശനുള്ള പിന്തുണ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമാകും. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അത് പലയിടങ്ങളിൽ നിന്ന് സതീശൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾക്കും ആ ദീർഘവീക്ഷണങ്ങൾക്കും സതീശന്റെ പ്രവർത്തികൾക്കുമുള്ള പിന്തുണയാണ് ലീഗ് നൽകിയത്. മനസ്സിലായില്ലേ? ഇപ്പൊ യു ഡി എഫിൽ തന്നെ ബാക്കിയുള്ളവർക്കിടയിൽ സതീശന് വേണ്ട വിധത്തിൽ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കൂടി, കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് കൂടി വേണ്ടി പണിയെടുത്തിട്ടാണ് സതീശൻ ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അവിടെ സതീശനൊരു ആശ്വാസം അത് ലീഗിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ലീഗിന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് സതീശന് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല, ഹോംവർക്ക് ചെയ്യേണ്ടി വന്നില്ല. കാരണം ലീഗ് എല്ലാം വളരെ കൃത്യമായിട്ട് മുന്നണി ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ലീഗ് അവരുടെ സ്വയമേ അവർ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഈ പറയുന്ന സതീശൻ പറഞ്ഞിരിക്കുന്ന 100+ എന്ന് പറയുന്ന ഫിഗർ, ആ ഫിഗറിലേക്ക് യു ഡി എഫിന്റെ മെമ്പർമാര്, യു ഡി എഫിന്റെ അംഗങ്ങളുടെ എണ്ണം, ആ നമ്പർ, ആ 100+ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചർച്ചകളിൽ പോലും മറ്റൊരു പേരുണ്ടാകില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ആ ഒരു ഫിഗറിലേക്ക് എത്തിയതിനുള്ള കാരണം ഒരൊറ്റ, ഞാൻ ബാക്കിയുള്ളവരൊന്നും എല്ലാ മോശക്കാരാണ്, അവർക്കൊന്നും യാതൊരു പങ്കുമില്ല, അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറയുന്ന സതീശൻ, അത് നമ്പർ 1 ഫാക്ടർ എന്ന് പറയുന്നത് സതീശൻ തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, അവരൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ്, നെവർ എവർ, അങ്ങനെയല്ല അതൊരിക്കലും. അത് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനും അതുപോലെ ഭരണത്തിലെത്താനും വേണ്ട കർമ്മ പദ്ധതികളുമായിട്ട് ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സതീശന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ കഴിവിനെ അംഗീകരിക്കപ്പെടണം. പണിയെടുത്ത ആൾക്ക് പ്രതിഫലം നൽകണം, കൂടുതൽ പണിയെടുത്തവനിക്ക് കൂടുതൽ പ്രതിഫലം നൽകണം. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നപ്പോൾ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു ഫാക്ടറി എടുക്കാൻ നോക്കുക, ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ CEO ആയിട്ടുള്ള വ്യക്തിക്ക് ഏറ്റവും ഹയർ സാലറി ആ വ്യക്തിക്ക് ആയിരിക്കും. എന്ന് ആ വ്യക്തി ഈ ഫാക്ടറിയിൽ ഇപ്പോൾ വർക്കിംഗ് അവേഴ്സ് ഫുൾ ടൈം അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ വ്യക്തി ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കുന്ന ഒരു ലേബറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫിസിക്കൽ വർക്കിൽ ആ ലേബറായിരിക്കും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക ഫിസിക്കലി. ചിലപ്പോൾ CEO ഒന്നും തന്നെ ഫിസിക്കലി ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ CEO എന്തായിരിക്കും? അയാളാണ് പോളിസികൾ ഉണ്ടാക്കുന്നത്, അയാളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അയാളാണ് കൺട്രോൾ ചെയ്യുന്നത്, അയാളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എവ്രിതിങ് അയാളാണ്. അപ്പം ആ രീതിയിൽ ഏറ്റവും പെയ്ഡ് ലേബർ ആ CEO തന്നെയായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ എവിടെയും കൂടുതൽ ആരുടെ എഫേർട്ടാണ്, ആരുടെ കാഴ്ചപ്പാടുകളാണ്, ആരുടെ നിലപാടുകളാണ്, ആരുടെ പ്രവർത്തനങ്ങളാണ്, അതിനാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തിളക്കമാർന്ന വിജയത്തിലേക്ക്
ടീം യു ഡി എഫ് നടന്നു കയറുമ്പോൾ അതിൽ പ്രധാനി സതീശൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ജനവികാരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലീഗ് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പം ലീഗിൻ്റെ പിന്തുണ സതീശന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സതീശൻ്റെ നിലപാടുകൾ കൂടിയുണ്ട്. ആ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. പല നിലപാടുകളും നമ്മൾ ഇന്ന് വരെ കാണാത്ത, ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാവുവാൻ സാധ്യതയുമില്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ സതീശൻ കൈക്കൊണ്ടത് സതീശൻ മാത്രമാണ് കൈക്കൊണ്ടത്, അല്ലേ? പല നിലപാടുകളും ഞാൻ എണ്ണിയൊന്നും പറയുന്നില്ല, അത് പല നിലപാടുകളും അത് സതീശൻ്റെ മാത്രം പ്രതിഫലനമായിരുന്നു എന്നുള്ളതാ. അപ്പോൾ അവിടെ നിന്നാണ് സതീശൻ വേറിട്ട് നിൽക്കുന്നതും സതീശന് ജനപിന്തുണയുണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, വോട്ട് സതീശനായിരുന്നു, സതീശൻ്റെ നിലപാടിന് വേണ്ടിയായിരുന്നു, സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് അത് ബോധ്യപ്പെട്ടത് ലീഗിനത് ബോധ്യപ്പെട്ടത് കൊണ്ട്, ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടത് കൊണ്ട് ജനം വോട്ട് ചെയ്തു. ലീഗിനത് ബോധ്യപ്പെട്ടത് കൊണ്ട് ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് ലീഗ് സതീശൻ്റെ പേരിനെ പിന്തുണക്കുകയും ചെയ്യുമെന്നുള്ളതാണ്.